നമ്മുടെ വോട്ടർ തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നൊരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിട്ടുണ്ട്. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് പേജ് വരും. അതിൽ നമ്മൾ ഡിസ്ക്ലെയിമർ എഗ്രി ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത് വരുന്ന പേജിൽ നമുക്കിഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാം. പിന്നെ വരുന്നതാണ് അതിൻ്റെ അടുത്ത പേജ്, അതിൻ്റെ മെയിൻ പേജ്. അതിൽ വോട്ടർ രജിസ്ട്രേഷൻ, റിസൾട്ട്സ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വോട്ടർ രജിസ്ട്രേഷനിലാണ് നമ്മൾ ആധാർ ലിങ്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഫോം 6B എന്ന് പറയുന്നത് വോട്ടർ രജിസ്ട്രേഷൻ, പിന്നെ ഫോം 6 തുടങ്ങിയ കാര്യങ്ങളുള്ളത്. പക്ഷേ അതിനു മുമ്പ് നമുക്കിത് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ ചെയ്യുന്നതിനായി താഴെയുള്ള എക്സ്പ്ലോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ രജിസ്ട്രേഷൻ മൊബൈൽ നമ്പർ കൊടുത്ത് OTP എടുത്ത് ഇമെയിൽ ID, പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് OTP എടുത്ത് ലോഗിൻ പാസ്വേഡൊക്കെ നൽകി വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പേജിൽ വോട്ടർ സർവീസസ് ആണ്. അതിൽ നമുക്ക് ഫോം 6B ക്ലിക്ക് ചെയ്യുക. ഫോം 6B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന പേജിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ്റെ വോട്ടർ മിത്ര എന്ന് പറഞ്ഞൊരു പേജാണ്. അതിൽ ലെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹാവ് വോട്ടർ ID നമ്പർ എന്ന് പറഞ്ഞ ഇത് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ നമ്മൾ നമ്മുടെ വോട്ടർ ID നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഫെച്ച് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ വരും. അത് പ്രൊസീഡ് ചെയ്യണം. പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത പേജിൽ നമ്മളുടെ വിവരങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വരും. അത് ശരിയാണെന്ന് നോക്കിയിട്ട് നമ്മളവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായും ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. നമ്പർ മാറിപ്പോകരുത്. അതിനുശേഷം താഴെ മൊബൈൽ നമ്പർ, ആപ്ലിക്കേഷൻ്റെ അപേക്ഷകൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലേസ് ഓഫ് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഡൺ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത അപേക്ഷയുടെ പ്രിവ്യൂ കാണാൻ പറ്റും. ഫോം 6Bയുടെ പ്രിവ്യൂ കാണാൻ പറ്റും. അത് ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം താഴെയുള്ള സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരു പച്ച നിറത്തിലുള്ള ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് വരും.